ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നാർസിസ്റ്റുകളുടെ മൃഗസ്നേഹം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞ ഒരു ടോപ്പിക്കും കൂടെയാണ്. അപ്പോൾ ഈ നാർസിസ്റ്റുകളുടെ മൃഗസ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്കും പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഈ എന്തുകൊണ്ടാണ് എൻ്റെ നാർസിസ്റ്റിക് പാർട്ണർ അല്ലെങ്കിൽ നാർസിസ്റ്റ് ആയിട്ടുള്ള ആള് ഈ ഒരു അനിമലിൻ്റെ അടുത്ത് ഇത്ര സ്നേഹം കാണിക്കുന്നത്, എൻ്റെ അടുത്ത് ഒരു സ്നേഹം കാണിക്കുക ഇത്രയും ക്രൂരമായിട്ട് പെരുമാറിയിട്ട് എന്തിനാണ് ഒരു അനിമലിൻ്റെ അടുത്ത് ഇത്രയും സ്നേഹം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത്? അപ്പോൾ എന്തെങ്കിലും ഇവർക്കൊരു നല്ല വശം ഉണ്ടായിരിക്കും, ഇവർക്കൊരു നല്ല സൈഡ് ഉണ്ടായിരിക്കും എന്നൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരുപാട് പേർ ചിന്തിക്കുന്ന മറ്റൊരു തോട്ടാണ്, മറ്റുള്ളവർക്കുള്ള ഒരു തോട്ടാണ്, എന്തുകൊണ്ടാണ് ഡിഫെൻസ്ലെസ് ആയിട്ടുള്ള അനിമൽസിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ പെറ്റ്സിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും ഇവർ വളരെ ഹാർട്ട്ലെസ് ആയിട്ട് ഈ മൃഗങ്ങളുടെ അടുത്ത് ഒരു എമ്പതിയും ഇല്ലാതെ പെരുമാറുന്നു. എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നത് എന്നൊക്കെ പലരും ചിന്തിക്കാറുണ്ട്. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ് വിക്ടിംസിനെ സംബന്ധിച്ചിടത്തോളം, എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വരുത്തുക എന്നുള്ള ഉദ്ദേശമാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ഉള്ളത്. ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തെ കാണുന്നത് രണ്ട് രീതിയിലാണ്, അല്ലെങ്കിൽ വസ്തുക്കളെ കാണുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന്, അവർക്ക് നാർസിസ്റ്റിക് സപ്ലൈ കൊടുക്കുന്ന ആൾക്കാർ, വസ്തുക്കൾ, കാര്യങ്ങൾ എന്നിവ. അവർക്ക് നാർസിസ്റ്റിക് സപ്ലൈ കൊടുക്കാത്ത ആൾക്കാരും വസ്തുക്കളും കാര്യങ്ങളും. നാർസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെറ്റ് എന്ന് പറയുന്നത് നമ്മൾ പെറ്റിനെ കാണുന്ന പോലെ അല്ല അവർ പെറ്റിനെ കാണുന്നത്. അവരതിനൊരു ജീവിയായിട്ടല്ല കാണുന്നത്, അതിന് ഇമോഷൻസ് ഉള്ള ഒരു ജീവിയായിട്ടല്ല, മറിച്ച് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് അവരതിനെ കാണുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഈ പെറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നാർസിസ്റ്റിൻ്റെ നീഡ്സിന് എത്രത്തോളം അത് സപ്ലൈ കൊടുക്കും, എത്രത്തോളം അതിനെ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പെറ്റ് എന്ന് പറയുന്നത് നാർസിസ്റ്റിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് നാർസിസ്റ്റ് അവരെ ഉപയോഗിക്കുക എന്ന് മനസ്സിലായല്ലോ. നമുക്കിവിടെ നാർസിസ്റ്റിന്റെ പെറ്റിനെ ഉപയോഗിച്ചിട്ടുള്ള ബിഹേവിയറിനെ 3 പാറ്റേൺ അല്ലെങ്കിൽ 3 രീതികളായിട്ട് നമുക്ക് തിരിക്കാം. ആ 3 കാര്യങ്ങൾ, ഈ 3 രീതികളിലാണ് പെറ്റിനെ അവർ ലൈഫിൽ ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, പെറ്റിനെ അവരുടെ ഇമേജിനും നാർസിസ്റ്റിക് സപ്ലൈക്കും വേണ്ടി ഉപയോഗിക്കും എന്നുള്ളതാണ്. ഇതാണ് പലപ്പോഴും നിങ്ങൾക്ക് വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാറുള്ള നാർസിസ്റ്റിന്റെ ഈ മൃഗസ്നേഹം, ഈ പെറ്റ് സ്നേഹം. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പെറ്റ് എന്ന് പറയുന്നത് വളരെ മികച്ച അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നാർസിസ്റ്റിക് സപ്ലൈ ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം എന്ന് പറയുന്നത്. കാരണം ഒരു ഡോഗിന്റെ എക്സാമ്പിൾ നിങ്ങൾ എടുക്കുക. ഒരു ഡോഗ് നാർസിസ്റ്റിന്റെ പെറ്റായിട്ടുള്ള ഒരു ഡോഗ് ആണെങ്കിൽ ഈ ഡോഗ് വളരെയധികം സ്നേഹം അയാളുടെ ഉടമസ്ഥനെ കാണുമ്പോൾ, അയാളുടെ ഓണറിനെ കാണുമ്പോൾ കൊടുക്കും. അവർക്ക് വളരെയധികം സ്നേഹം കൊടുക്കും. കാണുമ്പോൾ എപ്പോഴും വാരാട്ടിക്കൊണ്ട് എക്സൈറ്റഡ് ആയിട്ട് അവർ ഓവേർട്ടായിട്ട് തന്നെ അവർ പ്രകടിപ്പിക്കും ഈ സ്നേഹം അവരോടുള്ള. അപ്പം ഇത് ഓണർ ഒരു വളരെ ടെറിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിലും, വളരെ മോശം ഒരു വ്യക്തിയാണെങ്കിലും ഈ ഡോഗ് സ്നേഹം കൊടുക്കും, അങ്ങേയറ്റം സ്നേഹം കാണിക്കും, അങ്ങേയറ്റം ഇവിടുത്തെ അഫെക്ഷൻ കാണിക്കും. ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എഫേർട്ടും ഇല്ലാതെ 24/7 വാലിഡേഷൻ കിട്ടുന്ന പോലെയാണ്. കാരണം അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ചൊന്നും കൊടുക്കണ്ട, എന്തെങ്കിലും ഫുഡ് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ പാർട്ണർ ആയിരിക്കും, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും ചിലപ്പോൾ അത് ചെയ്യുന്നത് തന്നെ, അവർക്കൊന്നും ചെയ്യേണ്ടി വരില്ല. പക്ഷെ ഈ ഡോഗ് അങ്ങോട്ട് ചെന്ന് സ്നേഹം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും, അഡ്മിറേഷൻ കൊടുത്തുകൊണ്ടിരിക്കും, ഇങ്ങനെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രകടനങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഫ്രീ ആയിട്ട് ഇവർക്ക് വാലിഡേഷൻ കിട്ടുകയാണ് 24 മണിക്കൂറും. ഇത്തരത്തിലുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം ഈ ഡോഗ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ, ഇപ്പോൾ ഡോഗ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഏറ്റവും നന്നായിട്ട് നാർസിസ്റ്റുകൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുന്ന ഡോഗിനെയാണ്, പട്ടിയെയാണ് ഏറ്റവും കൂടുതൽ അവർ ഈ പറയുന്ന പോലെ നാർസിസ്റ്റിക് സപ്ലൈ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് കാരണങ്ങളുണ്ട്. അത് വളരെ ഓവർട്ടായിട്ട് ഇത് പ്രകടിപ്പിക്കുന്ന ജീവിയായത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹം കാണിക്കുന്ന ഒരു ജീവിയും കൂടെയാണ്. അത് വളരെയധികം ദുരുപയോഗപ്പെടുത്തുന്ന ആളാണ് ഈ നാർസിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം അവരുടെ ആ ഇമേജിനെ, ആ പുറമേ ഉള്ള നല്ല പിള്ള എന്നുള്ള ഇമേജിനെ പൊലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ട് യൂസ് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് അതിന് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഡോഗിന്റെ സ്നേഹം. കാരണം ഈ ഡോഗ് ഇങ്ങനെ സ്നേഹം കൊടുക്കുമ്പോൾ അവർക്ക് പുറത്ത് ഞാൻ വളരെ എമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് കാണിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം കണ്ടില്ലേ അവനോട് കാണിക്കുന്ന സ്നേഹം, കണ്ടില്ലെങ്കിൽ അവരോട് കാണിക്കുന്ന സ്നേഹം കണ്ടില്ലേ, ഇത്രയും സ്നേഹമുണ്ട് അതിന്, അവൻ വരുമ്പോൾ അല്ലെങ്കിൽ അവൾ വരുമ്പോൾ അതിന് ഇത്ര സ്നേഹമാണെന്നൊക്കെ ചുറ്റുമുള്ളവരെല്ലാവരും പറയും ഇവരുടെ സാന്നിധ്യത്തിൽ ഇത് കാണുമ്പോൾ. അത് അവർക്ക് വളരെയധികം അവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കിയാണ് അവരുടെ നല്ല ഉള്ള ഇമേജ് നിലനിർത്താൻ വേണ്ടിയിട്ട്. ഇത് മാത്രമല്ല, ഇവർ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്
ഉണ്ടായിരിക്കും. ഇവര് ഡോഗിനെ റെസ്ക്യൂ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡോഗിന് ഭക്ഷണം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡോഗിനെ വെച്ചിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യും. ഇത് എന്തിനാണ് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഇവര് നല്ല ഒരു വ്യക്തിയാണെന്നുള്ള ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി അവർക്ക് എമ്പതിയോ അല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ള എമ്പതിയോ സ്നേഹമോ ഒന്നും ഈ ഡോഗിനോട് ഉണ്ടായിരിക്കില്ല. പക്ഷേ ദിസ് നാർസിസിസ്റ്റിക് സപ്ലൈ കംസ് വിത്ത് സോ മച്ച് ബെനിഫിറ്റ്സ്. അവരുടെ പെർഫെക്റ്റ് ലൈഫ് എന്ന് കാണിക്കുന്ന സിനിമയിലെ ഒരു നല്ല ഒന്നാം തരം പ്രോപ്പാണ് ഈ ഡോഗ് എന്ന് പറയുന്നത്. കാരണം ഇവരെ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റിന് താഴെ, ഡോഗിനെ വെച്ച് പോസ്റ്റ് ചെയ്യുന്ന താഴെയൊക്കെ നിങ്ങൾ എന്ത് കൈൻഡ് സോളാണ്, നിങ്ങൾ എന്തൊരു നല്ല വ്യക്തിയാണ്, പാവപ്പെട്ട ജീവിയെ നിങ്ങൾ രക്ഷിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകളൊക്കെ വളരെയധികം ഇവർക്ക് സഹായകരമാണ്. കാരണം ഇവരുടെ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് അവർ പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയും അല്ലെങ്കിൽ യൂസ് ചെയ്യുകയും ചെയ്യും. അവർക്ക് ഈ ഡോഗിനെ വെച്ച് എത്ര വേണമെങ്കിലും ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അവർക്ക് ആ തരത്തിൽ അതിനെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പോൾ അതിന് വളരെ നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള മദർ അല്ലെങ്കിൽ ഫാദറിന്റെ ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് നമുക്കിവിടെ പറയാം. അവിടെ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഫാദർ അല്ലെങ്കിൽ മദർ ഇവരുടെ ഡോഗിനെ എടുത്ത് കാണിച്ചു കൊണ്ടിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിംഗ് ഇടുകയാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുകയാണ്. എൻ്റെ മക്കളെക്കാൾ കൂടുതൽ സ്നേഹം ഇവനുണ്ട്, എന്തോരം സ്നേഹമാണ് ഇവൻ എനിക്ക് തരുന്നതെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്. അല്ലെങ്കിൽ മൃഗങ്ങൾക്കാണ്, അല്ലെങ്കിൽ ഇവനോളം സ്നേഹം മറ്റൊന്നിനും തരാനായി കഴിയില്ല ഇപ്പോഴും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാവ്യാത്മകമായിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഇട്ടിട്ട് അവർ ആ സെന്റിമെന്റ്സും ആ ഒരു എന്താ പറയുന്ന സിമ്പതിയും ഒക്കെ ബാക്കിയുള്ളവരിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഇവിടെ ആക്ച്വലി അവരുടെ മക്കളോട് വളരെ അബ്യൂസീവായിട്ട് പെരുമാറുന്ന വളരെ മോശം പാരന്റ് ആയിരിക്കും, ഒരു മോശം വ്യക്തിയായിരിക്കും ആ സമയത്ത് തന്നെ. രണ്ടാമത്തെ കാര്യം, ഇവർ പെറ്റിനെ അവരുടെ മാനിപ്പുലേഷനും ട്രയാങ്കുലേഷനും വേണ്ടി ഉപയോഗിക്കും എന്നുള്ളതാണ്. ഇവിടെ നാർസിസിസ്റ്റ് ഈ അനിമലിനെ നിങ്ങളെക്കാൾ മുന്നിൽ വെച്ചുകൊണ്ട്, അനിമലിനോട് കൂടുതൽ സ്നേഹം കാണിച്ചുകൊണ്ട് നിങ്ങളെ ഡിവാല്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. എന്നിവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു എക്സാമ്പിൾ ബിഹേവിയേഴ്സ് പറയുകയാണെങ്കിൽ, നിങ്ങൾ കൗച്ചിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് വന്ന് സോഫയിൽ വന്നിരിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് പറയാം, അവിടെ നിന്ന് എനിക്ക് അത് അവനിരിക്കാനുള്ള സ്ഥലമാണ്, അവനവിടെ ഇരുന്ന കുറച്ചു മുന്നേ അവൻ വന്നിരുന്ന അവിടെ നിന്ന് മാറും. പിന്നെ എന്തെങ്കിലും വഴക്ക് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമ്പോൾ, നല്ല രീതിയിൽ നിങ്ങളുടെ ഇടയിൽ ഫൈറ്റ് നടക്കുമ്പോഴത്തേക്കും ഇവർ പതിയെ വന്നിട്ട് നിങ്ങളുടെ ക്യാറ്റിനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഇടയിലുള്ള ആ പെറ്റിനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയും, അറ്റ്ലീസ്റ്റ് നിനക്കെങ്കിലും എൻ്റെ അടുത്ത് സ്നേഹമുണ്ടല്ലോ, ഈ വീട്ടിൽ ആകെ നോർമലായിട്ട് ബോധമുള്ളത് നീ മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല രീതിയിൽ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ പെറ്റിനെ ഉപയോഗിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ തലയിലേക്ക് ഉത്തരവാദിത്വവും നിങ്ങളുടെ തലയിലേക്ക് ഗിൽറ്റി ഫീലിംഗും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ, നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാക്കിയാൽ പറയും, നീ എന്നെ എന്തോരം സ്ട്രെസ് ആക്കുന്നറിയോ, എനിക്ക് സ്ട്രെസ് വന്നിട്ട് ഇത്രയും ബുദ്ധിമുട്ടുന്ന ഡോഗിനെ കണ്ടില്ലേ, അല്ലെങ്കിൽ പെറ്റിനെ കണ്ടില്ലേ, അവൻ എന്ത് സ്ട്രെസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്, നീ കാരണമാണ് അവൻ ഇപ്പോൾ ഇത്രയും സ്ട്രെസ് ആയത്, നീ എൻ്റെ അടുത്ത് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നതുകൊണ്ടാണ്, നിനക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ ഉന്നയിക്കുന്ന ഓരോ ആരോപണങ്ങളെയും ചെറുക്കാൻ വേണ്ടിയിട്ട്, ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ ഈ പെറ്റിനെ ഇവർ സമർത്ഥമായിട്ട് ഉപയോഗിക്കും. പിന്നെ അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഇതിന്റെ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ഒരു സൈഡാണ്. അതായത് ഇവർ പെറ്റിനെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് ലീവ് ചെയ്യുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, നീ എന്നെ വിട്ടു പോവുമെങ്കിൽ നിനക്ക് ഈ പെറ്റിനെ ജീവനോടെ കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ നിന്റെ പെറ്റിനെ ഞാൻ ഉപദ്രവിക്കും, അല്ലെങ്കിൽ നിന്റെ പെറ്റിനെ ഞാൻ ഇല്ലാതാക്കും എന്ന് ഭീഷണിപ്പെടുത്തും. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ച് ഹൂവർ ചെയ്ത് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ പറയും, നമ്മുടെ പൂച്ച നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അവർ ഒന്നും ആഹാരം കഴിക്കാതിരിക്കുകയാണ് നീ പോയതിന് ശേഷം എന്നൊക്കെ പറയും. ഇനി അങ്ങ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കേസസിൽ അവർ ഈ പെറ്റിനെ അങ്ങ് ഏറ്റവും എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനും ഈ പെറ്റിനെ ഹാം ചെയ്യാനും വരെ സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമത്തേത്, ഇവർ അങ്ങേയറ്റം പെറ്റിനെ അവഗണിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇതാണ് അവസാനം ഈ പെറ്റിന്റെ ജോലി കഴിയുന്ന സമയത്ത്, ഈ പെറ്റിനെ കൊണ്ട് നാർസിസിസ്റ്റിനുള്ള ഉപകാരം കഴിഞ്ഞു വരുന്ന സമയത്ത് പെറ്റിന് എമ്പതി വേണ്ട സമയങ്ങളിൽ നാർസിസിസ്റ്റ് പെരുമാറുന്ന രീതിയാണ്. അതായത് ഇവിടെ ഒരു പപ്പി ഉദാഹരണം എടുത്ത, ഈ പപ്പി വാങ്ങിക്കുന്ന സമയത്ത്, ഈ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, വളർന്നു വരുന്ന സമയത്തുള്ള എക്സൈറ്റ്മെന്റ് ഇവർക്ക് ഭയങ്കരമായിരിക്കും ആദ്യമായിട്ടുള്ളത്. പക്ഷെ ഇത് വളർന്ന് മുന്നോട്ട് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും വളർന്ന് വലുതാവാൻ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ട് നാർസിസിസ്റ്റിന് ഒരു ബോർഡം വന്നു തുടങ്ങും. ഇപ്പൊ പെറ്റിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ, അതിന് വയസ്സായി തുടങ്ങിയാൽ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ബിഹേവിയറൽ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നാർസിസിസ്റ്റിന് അത് വളരെ വലിയൊരു ബുദ്ധിമുട്ടാവും. അവിടെ പെറ്റിന് ജെനുവൻ ആയിട്ടുള്ള കെയർ വേണം, പേഷ്യൻസ് വേണം, പണം ചിലവാകും. നാർസിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പെറ്റെന്ന് പറയുന്നത് എല്ലാം ഇങ്ങോട്ട് ചെയ്തു തരേണ്ടതാണ്, അവർക്കൊന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ അവരെ അങ്ങ് ഏറ്റവും ബുദ്ധിമുട്ടിക്കും. ഇതൊരു നല്ല എക്സാമ്പിളാണ് ഈ നാർസിസിസ്റ്റിന്റെ ഒരു കാലത്ത് ബേബി ആയിരുന്ന പെറ്റിന് അല്ലെങ്കിൽ ഒരു ഡോഗിന് കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവർ കാണിക്കുന്ന കുറെ കാണിച്ചു കൂട്ടലുകളുണ്ട്.
ഇവരുടെ ഈ ഡോഗിന് എന്തെങ്കിലും ഈ വെറ്ററിനറിയനെ കാണിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന്റെ ബില്ല് പൈസ ചെലവായതിനെ പറ്റിയിട്ട് ഇവർക്ക് ഇവർ ഭയങ്കരമായിട്ട് പറയും, ഇത് കാരണം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, അതിന് മരുന്ന് കൊടുക്കില്ല, ഇവര് അതിനെ നേരെ നോക്കില്ല, അതിനെ വേണ്ട ഒരു എമ്പതിയോ കെയറോ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലും കൊടുക്കില്ല. കാരണം ഈ സാഹചര്യത്തിൽ റിയൽ എമ്പതി വേണ്ട സാഹചര്യമാണല്ലോ. ചെറിയ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഇതിന് വന്നുകൊണ്ടായിരിക്കും ഇവർ ഇത് ചെയ്യുന്നത്. ഇവർക്ക് ഒട്ടും നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവർ ഇതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുന്നത്. എന്നിട്ട് ഇവർ ബാക്കിയുള്ളവരുടെ അടുത്ത് കാണിക്കുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുന്നത്, അയ്യോ അവർ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്, അതിനൊരു ഇൻഫെക്ഷൻ വന്നപ്പോഴത്തേക്കും അങ്ങ് ഏറ്റവും വിഷമിച്ച് ബുദ്ധിമുട്ടി എന്നുള്ള രീതിയിലായിരിക്കും അവർ പ്രസന്റ് ചെയ്ത് കാണിക്കുകയും പറയുകയും ചെയ്യുന്നത്. ഇവിടെ എനിക്ക് നാർസിസിസ്റ്റിക് വിക്ടിംസിനോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളെ സ്വയം ഒരിക്കലും പഴിക്കുകയോ ഇതിന്റെ പേരിൽ നിങ്ങൾ ഇൻവാലിഡേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം ഇവിടെ അവർ ഈ പെറ്റിനോട് കാണിക്കുന്ന കൈൻഡ്നെസ് നിങ്ങളോട് ദേഷ്യം കാണിക്കുകയും അതേ സമയത്ത് പെറ്റിനോട് കൈൻഡ്നെസ് കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്നേഹം അവരിൽ ഉണ്ട് എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അവരതിനെ നിങ്ങൾക്കെതിരെ ട്രയാങ്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കാണ് പ്രശ്നമെന്നും നിങ്ങൾക്കാണ് ഭ്രാന്തെന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ നോർമൽ അല്ലെന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടൂളായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ പെറ്റിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ പെറ്റും ഒരു വിക്ടിമാണ് എന്നുള്ളതാണ്, നിങ്ങളെപ്പോലെ തന്നെ. കാരണം അതിനറിയില്ല, ഒരു ജെനുവിനായിട്ടുള്ള ബീയിങ്ങിന് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല, ഇതെന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങളെ ഇത്തരത്തിൽ നിങ്ങൾ പാർട്ടായിട്ടുള്ള ഒരു പെറ്റിനെ നിങ്ങളുടെ ഈ പറയുന്ന പോലെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ശത്രുത തോന്നരുത്, അല്ലെങ്കിൽ അതിനോട് ദേഷ്യം തോന്നരുത്. അതും നിങ്ങളെപ്പോലൊരു വിക്ടിമാണ്, ഇവിടെ വിക്ടിമായി മാറപ്പെടുകയാണ്, അല്ലെങ്കിൽ വിക്ടിമാക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇവിടെ. പിന്നെ ഒരു സേഫ്റ്റി വാർണിംഗ് കൂടെ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ നിലവിലെ നാർസിസിസ്റ്റുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആളാണ്, നിങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോകാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ ഒരു പെറ്റ് ഇൻവോൾവ് ആണെങ്കിൽ നിങ്ങൾ ആ പെറ്റിനെയും കൂടെ നിങ്ങളുടെ പ്ലാനിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ആ പാവൻ ജീവിയും കൂടെ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. അനിമൽ ഷെൽട്ടേഴ്സിൽ വിളിച്ച് നിങ്ങൾ അവരെ അറിയിക്കുക എങ്ങനെയെങ്കിലും ഇതിനെ മാറ്റാനായിട്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ജീവിതം രക്ഷിക്കാൻ പറ്റുമെങ്കിൽ, അതിനെ സേഫ് ആക്കാൻ പറ്റുമെങ്കിൽ അതിനെയും കൂടെ നിങ്ങൾ രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ രക്ഷപ്പെടുത്തുക. അത് നിങ്ങൾക്ക് പിന്നീട് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവർ ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അത് ഡിപ്പെൻസ് അപ്പോൺ സാഹചര്യം അനുസരിച്ചിരിക്കും. എന്നാലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി ചെയ്യുക. അപ്പൊ ഇവിടെ നാർസിസിന്റെ പെറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവരുടെ മറ്റ് എല്ലാ റിലേഷൻഷിപ്പുകളും പോലെ തന്നെ അവർക്ക് സപ്ലൈയും അവർക്ക് കൺട്രോളും അവർക്ക് ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റായിട്ട് മാത്രമാണ് ഇവർ പെറ്റുകളെ കാണുന്നത്. നിങ്ങൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. നിങ്ങളുടെ സ്റ്റോറി ഓൾസോ മാറ്റേഴ്സ്. ഇവിടെ ഒരുപാട് പേർക്ക് അത് പ്രയോജനം ചെയ്യും, നിങ്ങളുടെ എക്സ്പീരിയൻസസും. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ച് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.